പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ 200ൻ്റെ വ്യത്യസ്തങ്ങളായ പേഴ്സൻറ്റേജുകൾ വളരെ ഈസി ആയിട്ട് കാണുവാനായി പോവുകയാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് എന്ന് നോക്കാം. നമുക്ക് ആദ്യം 200ൻ്റെ 100%, 200ൻ്റെ 100% എത്രയെന്ന് ചോദിക്കാം. ഒരു സംഖ്യയുടെ 100% എന്ന് പറയുന്നത് ആ സംഖ്യ തന്നെ ആയിരിക്കും അല്ലേ? എത്രയായിരിക്കും? അത് 200. ക്ലിയർ? നമ്മൾ ചോദിക്കുകയാണ് 200ൻ്റെ 50% എത്രയാണ്? 50% ചോദിച്ചാൽ നമ്മൾ എഴുതി ഗുണിക്കുകയൊന്നും വേണ്ട. നമുക്കത് എന്ത് ചെയ്താൽ മതി, 100% 200 ആണെങ്കിൽ 50% എന്ന് പറയുന്നത് പകുതിയല്ലേ? അപ്പോൾ 200ൻ്റെ പകുതി എന്ന് പറയുന്നത് 100. ക്ലിയർ? നമ്മളോട് ചോദിക്കുകയാണ് 25%, 200ൻ്റെ 25% എന്ന് പറയുന്നത് 200ൻ്റെ കാൽഭാഗമല്ലേ? അപ്പോൾ 200ൻ്റെ പകുതിയുടെ പകുതി, അതായത് 200ൻ്റെ പകുതി 100, 100ൻ്റെ പകുതി 50 നമ്മുടെ ഉത്തരം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് ഗുണിച്ച് ചെയ്യേണ്ട കാര്യമുണ്ടോ? നമുക്ക് എളുപ്പത്തിൽ മനക്കണക്കായിട്ട് പറയാൻ പാടില്ലേ? അപ്പോൾ ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് 200ൻ്റെ 10% എത്ര? 200ൻ്റെ 10% എത്ര? അതറിയുവാനായിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. 200ൻ്റെ 100% 200, 10% എന്ന് പറയുമ്പോൾ 200ൻ്റെ 10ൽ 1 അല്ലേ? അത് കാണുവാനായിട്ട് ഒന്നെങ്കിൽ 200ൻ്റെ 10ൽ 1 എന്ന് പറയുന്നത് 20, ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, എപ്പോഴും ഒരു സ്ഥാനം മാറ്റി കുത്തിടുക. ഒരു സ്ഥാനം ഇവിടെയൊക്കെ 200 എന്ന് തന്നെ എഴുതാം. ഓക്കെ, 200ൻ്റെ ഒരു സ്ഥാനം മാറ്റി കുത്തിടുക എന്ന് വെച്ചാൽ നമുക്ക് എത്ര കിട്ടും? 20.0 അല്ലെങ്കിൽ 20 എന്ന് കിട്ടും. ഇപ്പോൾ 200ൻ്റെ 10% എന്ന് പറയുന്നത് 20. അങ്ങനെയാണെങ്കിൽ 200ൻ്റെ 20% ചോദിച്ചാലോ? 20% ചോദിച്ചാൽ ആദ്യം നമ്മൾ 10% കാണും. 10% കാണുക എങ്ങനെയാണ്? തന്നിരിക്കുന്ന സംഖ്യയുടെ വലതുവശത്ത് നിന്നും ഒരു സ്ഥാനം മാറ്റി കുത്തിടുമ്പോൾ കിട്ടുന്ന സംഖ്യ അത് 20. അങ്ങനെയാണെങ്കിൽ 20% എന്ന് പറയുന്നത് 10%ൻ്റെ ഇരട്ടിയായിരിക്കത്തില്ലേ? അപ്പോൾ എത്രയായിരിക്കും? അത് 40. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് എന്താണ് 25% എത്ര? അല്ല, നമുക്ക് 5% നോക്കിയാൽ 5% കണ്ടിട്ട് അടുത്തതിലോട്ട്. അതായത് 200ൻ്റെ 5% എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. 5% കാണുവാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട 10% കാണുക. 10% 20 എന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 5% എന്ന് പറയുന്നത് എത്രയായിരിക്കും? 20ൻ്റെ പകുതി 10 ആയിരിക്കത്തില്ലേ? ഓക്കെ, ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് 200ൻ്റെ 1%, 200ൻ്റെ 1% എത്ര? നമ്മൾ നേരത്തെ പറഞ്ഞു 10% കാണാനായിട്ട് ഒരു സ്ഥാനം മാറ്റി കുത്തിടുക. അപ്പോൾ 1% ആണെങ്കിൽ 2 സ്ഥാനം മാറ്റി കുത്തിടുക. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 1% എന്ന് പറയുന്നത് 2. കഴിഞ്ഞ് നമ്മൾ ചോദിക്കുകയാണ് എന്താണ് 15% എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. 15% ചോദിക്കുന്നതെങ്കിലോ 10% ആദ്യം കാണണം, അത് 20. 5% അത് 10. അപ്പോൾ 20ഉം 10ഉം കൂടെ കൂടുമ്പോൾ എത്രയായി? 20ഉം 10ഉം കൂടെ 30. ക്ലിയർ? ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് 90% എത്ര? 90% എന്ന് പറയുന്നത് 100% നിന്നും 10% കുറച്ചാൽ പോരെ? 100% എന്ന് പറയുന്നത് 200 അല്ലേ? 10% എന്ന് പറയുന്നത് 20 അല്ലേ? അപ്പോൾ 200ൽ നിന്ന് 20 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 180 കിട്ടും. ഇത് ഗുണിച്ച് ചെയ്യേണ്ട കാര്യമുണ്ടോ? മനക്കണക്കായിട്ട് പറയാൻ പാടില്ലേ? ഇപ്പം നിങ്ങളോട് ചോദിക്കണം 99% എത്രയാണ്? 200ൻ്റെ 99% എത്രയാണെന്ന് ചോദിച്ചാലോ? 99% എന്ന് പറയുന്നത് 100%ൽ നിന്ന് 1 കുറച്ചാൽ പോരെ? 100% എന്ന് പറയുന്നത് മുഴുവൻ സംഖ്യയുമല്ലേ? അത് 200 തന്നെയല്ലേ? 1% എന്ന് പറയുന്നത് 2 സ്ഥാനം മാറ്റി കുത്തിട്ടാൽ പോരെ? അത് എത്രയാണ്? 2 അല്ലേ? അപ്പോൾ 200ൽ നിന്നും 2 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 198. അപ്പോൾ ഈ രീതിയിൽ ഏത് സംഖ്യകൾ വേണമെങ്കിലും നിങ്ങൾക്ക് മനക്കണക്കായിട്ട് ചെയ്യാം. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് കരുതുന്നു. ഓക്കേ.